ചായ സൽക്കാരം. കുട്ടികളുടെ ഇഷ്ടക്കാരനായ ടോമോ ഗക്വാനിലെ കാവൽക്കാരനും എല്ലാ അത്യാവശ്യ കാര്യങ്ങൾക്കും കുട്ടികൾക്ക് സഹായിയായി ഓടി എത്തുകയും ചെയ്യാറുള്ള റിയോ ചാനെ യുദ്ധഭൂമിയിലേക്ക് വിളിപ്പിക്കപ്പെട്ടു. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നത് കൊണ്ട് പട്ടാളത്തിലുള്ള ആളാണോ അല്ലയോ എന്നുള്ള യാതൊരു നോട്ടവുമില്ലാതെ സാധാരണക്കാരെയും യുദ്ധഭൂമിയിലേക്ക് വിളിക്കുന്ന സമയമായിരുന്നു. വിളിച്ചാൽ പോവുക എന്നുള്ളതല്ലാതെ മറ്റു യാതൊരു മാർഗവുമില്ല. അപ്പോൾ റിയോ ചാന് ഒരു യാത്രയയപ്പ് കൊടുക്കണം എന്ന് സ്കൂള് തീരുമാനിച്ചു. കൊബായാഷി മാസ്റ്റർ തീരുമാനിച്ചു. കാരണം റിയോ ചാൻ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും രക്ഷകനാണ്. എന്താവശ്യങ്ങൾക്കും ഓടിയെത്തും. വളരെ മൃദുവായ സംസാര രീതി, എന്നാൽ എല്ലാത്തിനും കുട്ടികൾക്കൊപ്പം ഉണ്ട് താനും. നമ്മുടെ കൊച്ചു ടോട്ടോ കക്കൂസുകുഴി വീണപ്പോൾ അവിടുന്ന് വലിച്ചു പൊക്കി എടുത്തുകൊണ്ട് പോയി പല തവണ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി പഴയ മിടുക്കിയാക്കിയത് റിയോ ചാനായിരുന്നു. അങ്ങനെ എന്താവശ്യത്തിനും കുട്ടികൾക്ക് ഒരു വിളിക്കപ്പുറത്ത് റിയോ ചാൻ ഉണ്ടായിരുന്നു. പിരിഞ്ഞു പോകുന്ന റിയോ ചാന് നമുക്കൊരു രസികൻ ചായ സൽക്കാരം കൊടുക്കണം. മാസ്റ്റർ പറഞ്ഞു. ചായ സൽക്കാരോ? അതെന്താ അത്? കുട്ടികൾ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടേ ഇല്ല. മാസ്റ്റർ പുതിയൊരു പ്രയോഗം മനഃപൂർവ്വം കണ്ടെത്തിയതാണ്. കാരണം യാത്രയയപ്പ് എന്ന് പറയുമ്പോൾ അതിലൊരു വേർപാടിൻ്റെ വേദന ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ പൊതുവെ സാഹചര്യങ്ങളൊക്കെ വിപരീതമായിരിക്കുന്നത് കൊണ്ട് പലതരത്തിലും കുട്ടികൾക്ക് മാനസിക വിഷമങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ കൂടെ മനഃപൂർവ്വം യാത്രയയപ്പ് എന്നൊരു വാക്ക് ഉപയോഗിക്കേണ്ട എന്ന് ബുദ്ധിമാനായ മാസ്റ്റർ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ സൊബാത്സുക്കായ് ജാപ്പനീസ് വാക്കാണ് യാത്രയയപ്പ് സൽക്കാരം എന്നാണ് അർത്ഥം. എന്നതിനു പകരം മാസ്റ്റർ പ്രയോഗിച്ചത് സാവാക്കായ് ചായ സൽക്കാരം എന്നാണ്. ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ കുട്ടികൾക്ക് ഉന്മേഷമായി. കാരണം മ്ലാനതയുടെ ഒരു നിഴൽ ആ വാക്കിനകത്തില്ല. റിയോ ചാൻ പോകുന്നത് യുദ്ധഭൂമിയിലേക്കാണ്. ഒരു പക്ഷേ ഇനി ഒരിക്കലും തിരിച്ചു വരാതിരിക്കാനുമുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നത് മുതിർന്ന കുട്ടികൾക്ക് മനസ്സിലാകും. എന്നാലും ചായ സൽക്കാരം എന്ന വാക്കും ആ ഒരു രീതിയും കുട്ടികൾക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് എല്ലാവരും വളരെയധികം ജിജ്ഞാസുകയോടെ ഉത്സാഹത്തോടെയാണ് പങ്കെടുക്കാനായി എത്തിച്ചേർന്നത്. സാധാരണ ഊണ് കഴിക്കുന്ന ആ ഒരു ഹാളിൽ കുട്ടികൾ പതിവ് പോലെ വട്ടത്തിൽ കസേരയൊക്കെ ഇട്ട് ഇരുന്നു. ഒരു വ്യത്യാസമുണ്ടായിരുന്നത് റിയോ ചാനും പതിവില്ലാത്തതുപോലെ അവരുടെ ഒപ്പം വന്നിരുന്നു. ചായയോടൊപ്പം ഉണക്കി ചുട്ട കണവ മീനിന്റെ ഒരു കഷ്ണം മാസ്റ്റർ എല്ലാവർക്കും കൊടുത്തു. ക്ഷാമത്തിന്റെ ഈ കാലത്ത് അതൊരു വലിയൊരു എക്സ്ക്യൂസിറ്റ് എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത് പോലെ ഒരു ധാരാളിത്തമായിരുന്നു അത്. റിയോ ചാന്റെ മുന്നിൽ ഒരു ഗ്ലാസ് നാടൻ മദ്യവും വെച്ചു. യുദ്ധമുന്നണിയിലേക്ക് പോകുന്നവർക്കുള്ള റേഷനായിരുന്നു ആ ഒരു ഗ്ലാസ് നാടൻ മദ്യം. ഇത് ടോമോയിലെ ആദ്യത്തെ ചായ സൽക്കാരമാണ് തുടങ്ങിക്കൊണ്ട് മാസ്റ്റർ പറഞ്ഞു. എല്ലാവർക്കും ഞാൻ നല്ല ഭാവി ആശംസിക്കുന്നു. യുദ്ധമുന്നണിയിലേക്ക് പോകുന്ന ധീര യോദ്ധാവായ റിയോ ചാനും എല്ലാവിധ ആശംസകളും. ഇനി നിങ്ങൾ എല്ലാവരും മുൻപോട്ട് വന്ന് എന്താണോ റിയോ ചാനോട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് അത് പറയാവുന്നതാണ്. അല്ല, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അതുമാവാം. പക്ഷെ എല്ലാവരും മുന്നിൽ വന്ന് എണീറ്റ് നിന്ന് വേണം സംസാരിക്കാൻ, മാസ്റ്റർ പറഞ്ഞു നിർത്തി. കുട്ടികൾക്ക് പുതുമകളേറെ നിറഞ്ഞൊരു മുഹൂർത്തമായിരുന്നു അത്. ഉണക്കിച്ചുട്ട കണവ മീൻ അവരുടെ സ്കൂളിലിരുന്ന് അവരാദ്യം കഴിക്കുകയാണ്. അതുപോലെ തന്നെ വട്ടത്തിലിരിക്കുന്ന അവർക്കൊപ്പം റിയോ ചാൻ ഇരിക്കുക എന്നതും ആദ്യമാണ്. ഒപ്പം തന്നെയാണ് റിയോ ചാന്റെ മുമ്പിലുള്ള ഒരു ഗ്ലാസ് മദ്യം. അതും കുറേശ്ശെ എടുത്ത് റിയോ ചാൻ കുടിക്കുന്നത് കണ്ടതും ഒക്കെ കുട്ടികൾക്കൊരു അത്ഭുതകരമായ പുതുമ നിറഞ്ഞ ദിവസമായിരുന്നു അന്ന്. ഓരോരുത്തരായി എഴുന്നേറ്റ് റിയോ ചാന് അഭിമുഖമായി നിന്ന് ഒന്ന് നമസ്കരിച്ചതിന് ശേഷം സംസാരിച്ചു തുടങ്ങി. ആദ്യം സംസാരിച്ചവരൊക്കെ പറഞ്ഞത് പരിക്ക് പറ്റാതെ തിരികെ എത്തണം, സ്വന്തം ആരോഗ്യം നോക്കണം, കൃത്യസമയത്ത് ആഹാരം കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ടോട്ടോചാന്റെ സഹപാഠിയായ മിഗിത എഴുന്നേറ്റിട്ട് അവൻ ദൃഢസ്വരത്തിൽ പറഞ്ഞു, അടുത്ത തവണ ഞാൻ ഉറപ്പായിട്ടും നാട്ടിൽ പോയിട്ട് വരുമ്പോൾ നെയ്യപ്പം കൊണ്ടുവരാം. അത് റിയോ ചാന് തരികയും ചെയ്യും.
അവന്റെ സംസാരം കേട്ട എല്ലാവരും ഒറ്റയടിക്ക് ചിരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 1 വർഷമായിട്ട് അവരെല്ലാവരും കേൾക്കുന്നതാണ് ഈ നെയ്യപ്പത്തിന്റെ കാര്യം. ആരുടെയോ ഈ മരണാനന്തര കർമ്മങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടി മിഗിത നാട്ടിൽ പോയപ്പോൾ അവിടുന്ന് കഴിച്ച ഒരു നെയ്യപ്പം വളരെ സ്വാദേറിയതായിരുന്നു. അടുത്ത തവണ വരുമ്പോൾ സ്വാദിഷ്ടമായ ആ പലഹാരം എല്ലാവർക്കും കൊണ്ടുവരാം എന്ന് അവരോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. അത് തന്നെ വീണ്ടും ഇവിടെ പറഞ്ഞപ്പോൾ അവർക്ക് ചിരി വന്നു. പക്ഷേ കൊബയാഷി മാസ്റ്റർക്ക് ശ്രാദ്ധവേളയിലെ നെയ്യപ്പത്തെക്കുറിച്ചുള്ള ഈ പരാമർശം കേട്ടപ്പോൾ ഉള്ളൊന്ന് ഞടുങ്ങുകയാണ് ചെയ്തത്. കാരണം മരണവുമായി ബന്ധപ്പെട്ട ആ ഒരു സംസാരം റിയാച്ചാന്റെ യുദ്ധഭൂമിയിലേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞത് എന്തോ ഒരു അപശകനമായി മാസ്റ്റർക്ക് തോന്നി. പക്ഷേ റിയോച്ചാന് ചിരിയാണ് വന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് റിയോച്ചാനും കേൾക്കാറുള്ളതാണ് ഈ നെയ്യപ്പത്തിന്റെ പരാമർശം. ഏതായാലും എനിക്കും തരാമെന്ന് പറഞ്ഞല്ലോ എന്നൊരു സന്തോഷമാണ് റിയോച്ചാനുണ്ടായത്. അടുത്ത ഊഴം ഓയയുടേതായിരുന്നു. ടൊദോറോക്കോയിലെ വലിയൊരു പൂന്തോട്ട നഴ്സറി ഉടമയുടെ മകനാണ് ഓയോ. ഓയ താൻ ജപ്പാനിലെ ഏറ്റവും വലിയ പൂന്തോട്ട നിർമ്മാതാവാകാൻ തീരുമാനിച്ച വിവരവും അതങ്ങനെ തന്നെ ചെയ്യും എന്ന് റിയോച്ചാന് വാക്കു കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തതായി കീക്കോ ഓക്കി എന്ന കുട്ടിയാണ് ഹാളിന്റെ മധ്യത്തിലേക്ക് വന്നത്. സ്വതവേ വലിയ നാണക്കാരിയായ അവൾ ഒരിക്കലും ഒന്നും എഴുന്നേറ്റ് നിന്ന് പറയാൻ സന്നദ്ധയായി മുന്നോട്ട് വരാറില്ല. എന്നാൽ റിയോച്ചാനുമായി അവൾക്ക് അത്ര അടുപ്പമുണ്ടായിരുന്നത് കൊണ്ടാണ് അവൾ മുന്നോട്ട് വന്നത്. മുന്നോട്ട് വന്ന് ഒന്നും പറയാനാവാതെ അല്പസമയം ഇരുന്ന ശേഷം നാണിച്ച് തന്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങി. ഇത് കണ്ടുകൊണ്ടിരുന്ന ടോട്ടോ ചാടി എണീറ്റ് വന്ന് മധ്യത്തിലേക്ക് നിന്നിട്ട് പറഞ്ഞു, കീക്കോച്ചാനിന്റെ കൂട്ടിലെ കോഴിക്കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നത് അവർക്ക് പറക്കാൻ അറിയാം. കിയോ കിയോ എന്ന് പറഞ്ഞിട്ടാണ് അവർ പറന്നു പോകുന്നത്. അത് കേട്ട് വെറും കുട്ടികളുടെ ഒരു നിഷ്കളങ്കമായ തമാശ അല്ലെങ്കിൽ കളിയാക്കൽ. തുടർന്ന് അമാദാരോ എന്ന കുട്ടിയാണ് സംസാരിച്ചത്. മുറിവേറ്റ ഏതെങ്കിലും പട്ടിക്കുട്ടിയെയോ പൂച്ചക്കുട്ടിയെയോ യുദ്ധഭൂമിയിൽ കിട്ടുകയാണെങ്കിൽ റിയോച്ചാൻ എനിക്ക് കൊണ്ടുവന്ന് തന്നാൽ മതി. ഞാൻ അവനെ ചികിത്സിച്ച് സുഖമാക്കി തരാം. ഞാൻ ഭാവിയിൽ ഒരു മൃഗ ഡോക്ടറാകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്, അവൻ പറഞ്ഞു. അടുത്തതായി ഐക്കോ സെയ്ഷോ എന്ന കുട്ടി എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നാളൊരു ദിവസം വീണ് മുറിവ് പറ്റിയപ്പോൾ റിയോച്ചാനാണ് എനിക്കത് എന്നും വെച്ച് കെട്ടി സുഖപ്പെടുത്തി തന്നത്. നന്ദി റിയോച്ചാൻ. കുട്ടികള് അവരവരുടേതായ രീതിയിൽ അദ്ദേഹത്തിന് നന്ദി പറയുകയും ഒപ്പം തന്നെ യാത്ര പറയുകയും ചെയ്യുകയായിരുന്നു. എല്ലാവരും സംസാരിക്കട്ടെ, തങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയട്ടെ എന്ന ഉദ്ദേശമാണ് മാസ്റ്റർക്ക് ഉണ്ടായിരുന്നത്. മാസ്റ്റർ അങ്ങനെയാണല്ലോ, കുട്ടികളുടെ വ്യക്തിത്വം വികസിപ്പിക്കുക എന്നതായിരുന്നു മാസ്റ്റർക്ക് എപ്പോഴും പരമപ്രധാനം. റിയോച്ചാനെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകളിൽ ഒരാളായിരുന്നു മാസ്റ്ററുടെ മകളായ മിയോച്ചാൻ. അവൾ എഴുന്നേറ്റ് നിന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. വളരെ സൂക്ഷ്മതയോടെ, റിയോച്ചാൻ, നിങ്ങൾക്ക് ഒന്നും പറ്റാതെ സൂക്ഷിച്ചോണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വിശേഷങ്ങൾ ഞങ്ങൾക്ക് എഴുത്തിൽ വഴി അറിയിക്കണം. ഇത്രയും പറഞ്ഞ് റിയോച്ചാന്റെ മുമ്പിൽ തന്റെ കണ്ണിമ നനയുന്നത് കാണാതെ അല്ലെങ്കിൽ കണ്ണുനീർ താഴേക്ക് വരുന്നത് റിയോച്ചാൻ അറിയാതിരിക്കാൻ വേണ്ടി അവൾ പെട്ടെന്ന് തന്നെ നിർത്തി. അടുത്തത് നമ്മുടെ ടോട്ടോച്ചാന്റെ ഊഴമായിരുന്നു. ടോട്ടോയ്ക്ക് ഒരുപാട് പറയണം എന്നുണ്ടായിരുന്നു. എണീറ്റ് നിന്നപ്പോൾ നിറയെ മനസ്സിൽ കാര്യങ്ങളാണ്. പക്ഷെ അവർക്ക് എന്ത് തുടങ്ങണം, എന്ത് പറയണം എന്നത് മനസ്സിലായില്ല. അതുകൊണ്ട് അവൾ പെട്ടെന്ന് പറഞ്ഞു, റിയോച്ചാൻ, ഇനിയിപ്പോൾ നിങ്ങൾ പോയാലും തുടങ്ങി വെച്ച ചായ സൽക്കാരം ഞങ്ങൾ എന്നും ചെയ്യും കേട്ടോ. അത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു. കുട്ടികളെല്ലാവരും ആർത്ത് ചിരിച്ചു. എന്തിനാണെന്നറിയില്ല, ടോട്ടോച്ചാനും ചിരി പൊട്ടി, അവളും ചിരിച്ചു. പക്ഷേ പിറ്റേ ദിവസം തൊട്ട് തന്നെ ടോട്ടോച്ചാന്റെ വാക്കുകൾ സത്യമായി. ക്ലാസ് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ചായ സൽക്കാരത്തിൽ മുഴുകിത്തുടങ്ങി. ചുട്ട കണവ മത്സ്യത്തിന് പകരം അവർ മരത്തിന്റെ പട്ടയോ വേറെന്തെങ്കിലും ഘനമുള്ള കുഞ്ഞു തടി കഷ്ണങ്ങളോ ഒക്കെ എടുത്തു വെച്ച് മീനാക്കി. ചിലപ്പോൾ മദ്യം കഴിക്കുന്നു എന്നതുപോലെ അവർ പച്ചവെള്ളം, ചായയും മദ്യവും ഒക്കെ ആയി അതുമായി. ദിവസവും എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചുള്ള ചായ സൽക്കാരം അതിനുശേഷമുള്ള ദിവസങ്ങളിൽ യാഥാർത്ഥ്യമായി. ആരെങ്കിലും ഒരാൾ അതിനിടയ്ക്ക് പറയും, ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോ നെയ്യപ്പം കൊണ്ടുവരാട്ടോ. അത് കേട്ടാ മതി, എല്ലാവരുടെ ആർത്ത് ചിരിച്ചു തുടങ്ങും. റിയോച്ചാൻ കുട്ടികൾക്കായി ഉപേക്ഷിച്ചിട്ട് പോയ ഒരു ഉജ്ജ്വല വിനോദമായിരുന്നു വാസ്തവത്തിൽ ചായ സൽക്കാരം.
അത് ടോമോയിലെ ഹരം പിടിപ്പിക്കുന്ന അവരുടെ ദിവസങ്ങളിലെ ഏറ്റവും അവസാനത്തേതാകും എന്നത് പാവം കുഞ്ഞുങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവർക്കതിനൊരു സൂചന പോലും ഉണ്ടായിരുന്നില്ല. അവർക്ക് ടോമോയിലാടേണ്ട നാടകത്തിലെ അന്ത്യരംഗമായിരുന്നു ഈ ചായസൽക്കാരം. വേർപെടുത്തപ്പെട്ട് അവരവരുടേതായ വഴികളിൽ ജീവിതത്തിൽ അകലുന്നതിന് മുമ്പുള്ള അവസാനത്തെ രംഗം. ടോക്കിയോ തീവണ്ടിയിൽ റിയോചാൻ യുദ്ധരംഗത്തേക്ക് പോയി. അയാളുടെ പുറപ്പാടിന് തൊട്ടു പിന്നാലെ ആകാശത്തിൽ അമേരിക്കൻ പോർ വിമാനങ്ങളുടെ വരവായി, ഒന്നിനു പിറകെ ഒന്നായി നിരനിരയായി. ഒടുവിൽ ടോക്കിയോയുടെ ആകാശങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് അവ ദിവസവും ബോംബേർ വർഷിക്കാൻ തുടങ്ങി. സ്കൂളിലെ ഒരു സാധാരണ ആളാണെങ്കിൽ പോലും അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ യുക്തമായ രീതിയിൽ യാത്രയപ്പ് കൊടുത്ത് കുട്ടികൾക്ക് പറയാനുള്ളതെല്ലാം അദ്ദേഹത്തോട് പറയാനുള്ള ഒരു അവസരമാണ് കൊബായാഷി മാസ്റ്റർ ഉണ്ടാക്കിയത്. നമ്മുടെ ടോട്ടോചാൻ്റെ സ്കൂൾ ജീവിതവും ടോമോയിലെ സ്കൂൾ ജീവിതവും ടോട്ടോചാൻ എന്ന നമ്മുടെ പുസ്തകത്തിൻ്റെ വായനയും ഏതാണ്ട് തീരാറായി. നാളെ നമുക്ക് ഇതിൻ്റെ അവസാനത്തെ ചാപ്റ്റർ വായിച്ച് ടോട്ടോചാൻ അവസാനിപ്പിക്കും.